എന്റേതു മാത്രം. രചന ആമിന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. എന്താ ഉദ്ദേശം? ആനന്ദയുടെ മുഖത്തോടെ മെല്ലെ തഴുകിയത് അവൾ ചോദിച്ചു. കുറച്ചു ദിവസമായി നിന്ന് അടുത്ത് കിട്ടിയിട്ട്, അതുകൊണ്ട് ഇന്ന് ഞാൻ സ്നേഹിക്കാൻ പോവാ. അതും പറഞ്ഞ് അവൻ മുഖം അവളിലേക്ക് അടുപ്പിച്ചതും സമ്മതമെന്നോണം അവൾ കണ്ണുകളടച്ച് നിന്നു. അവന്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിലും കണ്ണിലും ചുവന്ന മൂക്കിൻ തുമ്പിലും അവിടെ നിന്ന് ഇള റോസ് നിറത്തിൽ തുടിക്കുന്ന അവളുടെ ചുണ്ടിലും പതിഞ്ഞു. ചുണ്ടുകൾ പരസ്പരം കോരുത്തതും അവൾ അവനെ മുറുകെ പിടിച്ച് പരസ്പരം നുണയാൻ തുടങ്ങി. അവന്റെ കൈകൾ അവളുടെ ദേഹത്തു കൂടി വഴിമാറി ഓടി നടക്കാൻ തുടങ്ങി. പരസ്പരം മത്സരിച്ച് ദീർഘനേരത്തെ ചുംബനത്തിനൊടുവിൽ ശ്വാസം വിളങ്ങിയതും ഇളിച്ചോനെ മുറുകെ പിടിച്ചതും അവൻ മനസ്സില്ലാ മനസ്സോടെ അവളിൽ നിന്ന് അകന്നു മാറി. അവന് മുഖത്തേക്ക് നോക്കാനാവാതെ അവൾ നാണത്താൽ തലതാഴ്ത്തി. എന്ത് മായാവരമാ പെണ്ണെ നീ എന്നിൽ തീർത്ത്. അകലും തോറും അടുക്കാൻ തോന്നും എനിക്ക്. ആനന്ദ് അവളുടെ കാതിലായി പറഞ്ഞു. ഇളിച്ചോ അത് കേട്ട് അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു. അവൻ അവളെയും എടുത്ത് ബെഡിലേക്ക് കിടത്തിയതും ഇമ വെട്ടാതെ പരസ്പരം കണ്ണുകൾ തമ്മിൽ കൊരുത്തു. പരസ്പരം ഒന്നാവാനുള്ള തടസ്സങ്ങളെല്ലാം സ്വയം അവൻ തന്നെ നീക്കി വീണ്ടും അവളിലേക്ക് അലിഞ്ഞു ചേർന്നു. ഏട്ടാ. അവന് നെഞ്ചിൽ കിടന്നുകൊണ്ട് ക്ഷീണത്തോടെയും അത്യധികം പ്രണയത്തോടെയും ലച്ചു അവനെ വിളിച്ചതും അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചുകൊണ്ട് അവളെയും ചേർത്ത് പിടിച്ചവൻ കിടന്നു. ഹാപ്പി ബർത്ത്ഡേ മൈ ലവ്. അവൻ പതിയെ അവളുടെ ചെവിയിൽ പറഞ്ഞു. ലച്ചു അത് കേട്ട് അവനെ നോക്കി. നമ്മൾ പരസ്പരം കണ്ടുമുട്ടിയ ശേഷമുള്ള നിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ നീ മറന്നാലും എനിക്ക് മറക്കാനാവില്ല. താങ്ക്സ് ഏട്ടാ. അതും പറഞ്ഞ് അവൾ അവനെ ഒന്നുകൂടി വരിഞ്ഞു മുറുക്കി. അവൾ പോലും അങ്ങനെ ഒരു ദിവസം മറന്നുപോയിരുന്നു. ഏട്ടനോട് ആരാ പറഞ്ഞ് നാളെ എൻ്റെ ജന്മദിനാണെന്ന്? നിന്റെ അമ്മയും അച്ഛനും തന്നെയാ. പിന്നെ നിന്റെ പ്രിയപ്പെട്ട ആൻസി ചേച്ചി ഹോസ്പിറ്റലിൽ വെച്ച് എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു. അത് കേട്ട് അവൾ സന്തോഷത്തോടെ അവനെ നോക്കി. നാളെ ഒരു കുഞ്ഞു സർപ്രൈസ് ഉണ്ടാവും നിനക്ക് എൻ്റെ വക. ഇത് അഡ്വാൻസ് ആയിട്ട്. ആനന്ദ് അതും പറഞ്ഞ് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. ഏട്ടനുണ്ട് എൻ്റെ വക ഒരു സർപ്രൈസ്. ലച്ചു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കോ? എന്ത് സർപ്രൈസ്? അത് പറഞ്ഞ് എങ്ങനെയാ സർപ്രൈസ് ആവുന്നത്? ഏട്ടന് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്ന ഒരു സർപ്രൈസ്, ഒരിക്കലും മറക്കാനാവാത്ത ഒന്ന്. അതും പറഞ്ഞ് അവൾ അവനെ നെഞ്ചിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് കണ്ണടച്ചതും ആനന്ദ് അത് കേട്ട് പുഞ്ചിരിയോടെ അവളെ നോക്കി. പതിയെ അവൻ ഉറക്കത്തിലേക്ക് വീണു. രാവിലെ തന്നെ ഓരോ വിഭവങ്ങൾ ഉണ്ടാകും തിരക്കിലാണ് വീട് മുഴുവൻ. ലച്ചുവിന്റെ ബർത്ത്ഡേ ആണെന്ന് അമ്മയും അച്ഛനും ഒക്കെ ആനന്ദ് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞ്. അതുകൊണ്ട് തന്നെ ഗംഭീര സദ്യ തന്നെ ഒരുക്കാൻ തീരുമാനിച്ചു. അതിനൊപ്പം ലച്ചുവിന്റെ വീട്ടുകാരെയും കാവ്യയുടെ വീട്ടുകാരെയും വിളിച്ചിട്ടുമുണ്ട്. ഇതെന്റെ ആദ്യത്തെ ഗിഫ്റ്റാണ് നിനക്ക്. അതും പറഞ്ഞ് ആനന്ദ് ഒരു ബോക്സ് അവൾക്ക് കൊടുത്തും ലച്ചു അത് തുറന്നു നോക്കി. വയലറ്റ് കളർ സാരി കണ്ടതും അവളുടെ കണ്ണു വിടർന്നു. ഇതെടുത്തു വേണം നീ കേക്ക് കട്ട് ചെയ്യാൻ. ഹാപ്പി ബർത്ത്ഡേ, ഐ ലവ് യു. അവളുടെ കയ്യിൽ മൃദുവായും തടവിക്കൊണ്ടവൻ പറഞ്ഞു. ലച്ചു അവനെ കെട്ടിപ്പിടിച്ച് താങ്ക്സ് പറഞ്ഞു. ഡ്രസ്സ് മാറാനായി അവൾ പോയതും അവൻ താഴേക്ക് പോയി. ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങി കണ്ണാടിയിൽ കൂടി അവൾ സ്വയം ഒന്ന് നോക്കി സൗന്ദര്യം ആസ്വദിച്ചു. പെട്ടെന്ന് എന്തോർത്ത പോലെ ഒരു ചെറിയ ബോക്സ് എടുത്ത് അവളെ തുറന്നു നോക്കി. അവനുള്ള ഗിഫ്റ്റ് അതിൽ ഭദ്രമായിട്ടുണ്ടോ എന്ന് നോക്കി അവളത് കയ്യിൽ ഒളിപ്പിച്ചു വെച്ചു. ലച്ചു താഴേക്ക് ചെന്നതും കാവ്യയുടെ വീട്ടിൽ നിന്ന് അവളുടെ അച്ഛനും അമ്മയും എത്തിയിരുന്നു. ലച്ചുവിനെ കണ്ടതും പ്രസാദ് അവൾക്ക് നേരെ ഗിഫ്റ്റ് നീട്ടിയതും അവൾ സന്തോഷത്തോടെ സ്വീകരിച്ചു. സുമതി അവളെ നോക്കി തെളിച്ചമില്ലാതൊന്ന് ചിരിച്ചു. അവർ നേരെ കിച്ചണിലേക്ക് പോയി. ലച്ചുവിന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നു. അവരെ കണ്ട് അവൾ ഓടിച്ചെന്ന് അവരെ കെട്ടിപ്പിടിച്ചു. ആൻസിയും അമ്മയും എത്തിയതും ലച്ചു നേരെ അവരുടെ അടുത്തേക്ക് ചെന്നു. ആന്റിക്ക് ഇപ്പം എങ്ങനെയുണ്ട്? എല്ലാം സുഖമായോ? ലച്ചു ചോദിച്ചതും അവരതിനെ ചിരിച്ചു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല മോളെ. ലച്ചു, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ആൻസി അത് പറഞ്ഞ് അവളെ ഹഗ് ചെയ്തു. ഇത് എൻ്റെ വക ഒരു കുഞ്ഞ് സമ്മാനം. അതും പറഞ്ഞ് ആൻസി ഒരു റിങ് അവളുടെ കയ്യിലിട്ട് കൊടുത്തു. താങ്ക്സ് ചേച്ചി, അകത്തേക്ക് വാ. അതും പറഞ്ഞ് ലച്ചു അവരെയും കൊണ്ട് അകത്തേക്ക് നടന്നു. ലച്ചുവിനെ കാണാതെ ആനന്ദ് പുറത്തു വന്നു. അവൾ പുറത്ത് കണ്ട് അവൾ പുറകിലൂടെ അവളെ കെട്ടിപ്പിടിച്ചു. എന്താ ഇവിടെ നിൽക്കുന്നേ? ഒരാൾ കൂടി വരാനുണ്ട് ഏട്ടാ. ആരാ? വരുണാണോ? അവൻ കുറച്ച് വൈകുന്നതിനോട് വിളിച്ചു പറഞ്ഞു. നീ വാ, അവൻ വന്നോളൂ. ഏട്ടാ, എൻ്റെ സർപ്രൈസ് വേണ്ടേ? വേണം, അത് ഇപ്പോഴല്ല, എല്ലാവർക്കും മുമ്പിൽ വെച്ച് മതി. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു. അകത്തേക്ക് വന്നു. സന്ദീപ് ലച്ചുവിൻ്റെ അടുത്തേക്ക് വന്നു. ജന്മദിനാശംസകൾ മോളെ. സന്ദീപ് അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഗിഫ്റ്റ് എടുത്തുകൊണ്ട് പറഞ്ഞു. താങ്ക്സ് ഏട്ടാ. അച്ഛനും അമ്മയും കൂടി വിഷ് ചെയ്തും അവൾ സന്തോഷത്തോടെ അതൊക്കെ സ്വീകരിച്ചു. സന്ദീപ് പ്രിയെ തിരഞ്ഞു അവളവിടെ കാണാതെ അകത്തേക്ക് ചെന്നു. ആനന്ദിനെ ആദ്യം കണ്ടതും അവരുടെ കൂടെ കൂടി. സ്ത്രീകളെല്ലാം കിച്ചണിൽ തന്നെ കൂടി ജോലികൾ വേഗത്തിൽ ചെയ്യാൻ തുടങ്ങി. എല്ലാവരും വന്നു. കിച്ചണിൽ നിന്ന് അച്ഛനെ അമ്മ ഗെറ്റൗട്ട് അടിച്ചു. സദ്യയൊക്കെ റെഡിയായതും കേക്ക് കട്ടിങ്ങിന് വേണ്ടി ആനന്ദ് എല്ലാം റെഡിയാക്കി. എല്ലാവരും വന്നു. പ്രിയ അവിടെ എങ്ങും കാണാതെ ലച്ചു തിരക്കി ചെന്നു. അവൾ റൂമിൽ മറ്റേ കുട്ടിയുടെ കോളും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇതുവരെയും കോള് വരാത്ത കണ്ട് ആകെ ടെൻഷൻ അടിച്ചിരിപ്പാണ് പ്രിയ. നീ ഇവിടെ എന്തിരിക്കുക? അവിടെ കേക്ക് കട്ട് ചെയ്യാൻ പോവാ, വായൻ്റെ കൂടെ. ലച്ചു അവളെയും വിളിച്ച് താഴേക്ക് ചെന്നു. സന്ദീപിന്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്കായില്ല. അപ്പോഴേക്കും വരുണെത്തിയിരുന്നു. അവനെ കണ്ടു ലച്ചു കൈയെടുത്ത് കാണിച്ചു. എല്ലാവരുടെയും കൂടെ ലച്ചു കേക്ക് കട്ട് ചെയ്തതും ആനന്ദനെ അവൾക്ക് വായിൽ വെച്ചു കൊടുത്തു. പിന്നെ ഓരോരുത്തരായി പരസ്പരമായി വെച്ചു കൊടുക്കാൻ തുടങ്ങി. എല്ലാവരും അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തും അവസാനം ലച്ചു ആനന്ദിനെ നോക്കി. ഇപ്പൊ തന്നെ 2 ഗിഫ്റ്റ് അവന് കൊടുത്തു കഴിഞ്ഞു.
ഇനി എന്താന്നുള്ള ഭാഗത്തിൽ അവളവൻ നോക്കിയതും അവനൊരു ബോക്സ് അവൾക്ക് നേരെ നീട്ടി. ലച്ചു അത് തുറന്നു നോക്കിയതും അവളുടെ പേരെഴുതിയ മാല കണ്ട് ലച്ചു അവനെ നോക്കി. അത് കണ്ടതും ആര്യ വന്ന് തിരിച്ചു മറിച്ചൊക്കെ നോക്കാൻ തുടങ്ങി. താങ്ക്സ് ചേട്ടാ, ലച്ചു അവനെ നോക്കി പറഞ്ഞു. ഇത് കൊള്ളാലേ ചേട്ടാ, എനിക്ക് മേടിച്ചു ഇതുപോലെ ഒന്ന്. പിന്നെന്താ, നിന്റെ ബർത്ത്ഡേ ആവട്ടെ. അന്ന് ഇതുപോലെ സർപ്രൈസ് ആയിട്ട് തന്നാൽ മതി കേട്ടോ, ഞാൻ ഒന്നും അറിയാത്ത പോലെ നിന്നോളാം. ആര്യ പറഞ്ഞു. എല്ലാവരും കേട്ട് ചിരിച്ചു. ആനന്ദ് അത് ലച്ചുവിന്റെ കഴുത്തിലിട്ട് കൊടുത്തു. ഇനി എനിക്ക് ഗിഫ്റ്റ് ഇവിടെ? ആനന്ദ് ചോദിച്ച എല്ലാവരും അവരെ നോക്കി. അവളുടെ ബർത്ത്ഡേക്ക് നിനക്കെന്തിനാണ് ഗിഫ്റ്റ്? വലിയേട്ടന് വട്ട, ആരെങ്കിലും ചോദിക്കുന്ന കാര്യമാണ് ഇത്. ഏട്ടനും കൂടി അവകാശപ്പെട്ട ഒരു ഗിഫ്റ്റ് ഉണ്ട്, അങ്ങനെയൊന്നും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടാ ഏട്ടൻ ചോദിച്ച്. ലച്ചു പറഞ്ഞതും ആനന്ദ് എല്ലാവരെയും നോക്കി പുരികം പൊക്കി കാണിച്ചു. അതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും. ലച്ചു അവന്റെ കയ്യിലേക്ക് ഒരു ചെറിയ കവർ കൊടുത്തു. അവനൊന്നും മനസ്സിലാവാതെ പൊട്ടിച്ചു നോക്കി. അവന്റെ കണ്ണുകൾ വിടർന്നു. അവൻ ലച്ചുവിനെ നോക്കിയതും പുഞ്ചിരിച്ച് നിൽപ്പാണ് അവൾ. ആനന്ദ് സന്തോഷം കൊണ്ട് ലച്ചുവിനെ എടുത്തു നോക്കി വട്ടം കറക്കിയതും അവൾ അത് കണ്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അത് കണ്ടത് എല്ലാവരും ഇത് എന്തു കൂത്തുന്ന പോലെ നിൽക്കുകയാണ്. ഏട്ടാ, ലച്ചു പതിഞ്ഞ സ്വരത്തിൽ ചുറ്റും കണ്ണു കാണിച്ചും ആനന്ദ് അവളെ താഴേക്ക് നിർത്തി. അവന്റെ കണ്ണുകൾ നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. എന്താടാ കാര്യം, ഞങ്ങളും കൂടി അറിയട്ടെ എന്റെ എന്താന്ന് അമ്മ ചോദിച്ച ലച്ചുവിന്റെ മുഖം നാണത്തിൽ ചുവന്നു. അമ്മേ ലച്ചു, അവൻ പറയാനാവാതെ അവളെ നോക്കി. അവസാനം കയ്യിലെ കാർഡ് അമ്മയ്ക്ക് നേരെ നീട്ടിയതും അമ്മ അത് വാങ്ങി നോക്കി. പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത കാർഡിലെ 2 വരെ കണ്ടതും അമ്മ സന്തോഷത്തോടെ അവളെ കെട്ടിപ്പിടിച്ചു. സന്തോഷത്തിന് മേൽ സന്തോഷമായിരുന്നു അവർക്ക്. കൺഗ്രാറ്റുലേഷൻ ചേച്ചിയേട്ടാ. എല്ലാവരും കൂടി ലച്ചുവിനെ കെട്ടിപ്പിടിച്ചും ചേർത്തിർത്തിയും സന്തോഷം പങ്കിടുന്നുണ്ട്. ആനന്ദ് സുമതിയെ നോക്കിയതും അവർ പെട്ടെന്ന് മുഖം മാറ്റി കളഞ്ഞു. അത് കണ്ടതും ആനന്ദ് അവരുടെ അടുത്തേക്ക് ചെന്നു. എന്റെ ഭാര്യയ്ക്ക് ഒരു കുഴപ്പമില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? കുഴപ്പം അവൾക്കല്ല, ആന്റിയുടെ മനസ്സിനാ. ദൈവം ഓരോരുത്തർക്കും ഓരോ സമയം നിശ്ചയിച്ചിട്ടുണ്ട്, സമയമാകുമ്പോൾ എല്ലാം നടക്കും. ആനന്ദ് പറഞ്ഞു. അവർ ലച്ചുവിനെ നോക്കി. അവനവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ ചേർത്ത് പിടിച്ചു. അവളെയും കൂട്ടി എല്ലാവരും ഫുഡ് കഴിക്കായിരുന്നു. ആനന്ദ് അവളെ തനിച്ചിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നു. മോളെ ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ ഇന്ന്? ഇറങ്ങാൻ നേരെ രാധിക ചോദിച്ചും ആനന്ദ് പെട്ടെന്ന് ലച്ചുവിനെ നോക്കി. അവന്റെ മനസ്സിൽ എന്താണെന്ന് അവൾക്ക് അറിയാമായിരുന്നു. ഇന്ന് വേണ്ടമ്മേ, വേറെ ദിവസം ഞങ്ങൾ വരാം. അവൾക്ക് അതാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ ആവട്ടെ രാധികയെ. ഈ സമയത്ത് ഭർത്താവിന്റെ കൂടെ നിൽക്കാനാണ് കൂടുതൽ ആഗ്രഹം. ഗിരി പറഞ്ഞു. ലച്ചു അത് കേട്ട് ചിരിച്ചു. ലച്ചുവിനെ ഒന്നുകൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവർ ഇറങ്ങി. ഞാൻ പറഞ്ഞിട്ട് ഏട്ടൻ പോയാൽ മതി കേട്ടോ, അതിലൂടെ നിൽക്ക്. ഞാനെന്തിനാ ഇവിടെ നിൽക്കുന്നത്? എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. അതിനേക്കാൾ വലിയ കാര്യം ഇത്, കുറച്ച് നേരം ഇവിടെ നിൽക്കും. എന്നോട് പറയാതെ പോയാലുണ്ടല്ലോ. വരണിനെ നോക്കി അതും പറഞ്ഞ് ആര്യോട് നടന്നു. ഒത്തിരി 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 താങ്ക്സ്, എനിക്ക് ഇങ്ങനെ ഒരു സന്തോഷം തന്നതിന്. ആനന്ദ് റൂമിലേക്ക് വന്നപാടെ ലച്ചുവിനെ ഒറ്റ കിട്ടിയ സന്തോഷത്തിൽ അവളെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു. അവൻ അവളുടെ മുഖം ചുംബനങ്ങൾ കൊണ്ട് മൂടി. ലച്ചു അതെല്ലാം നിറഞ്ഞ മനസ്സോടെ ഏറ്റുവാങ്ങി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പാടില്ല, ഈ കണ്ണുകൾ ഒരിക്കലും നിറയാൻ പാടില്ല. എന്റെ മരണം വരെയും നിന്റെ കണ്ണുകൾ നിറഞ്ഞു കാണുന്നത് എനിക്ക് സഹിക്കാനാവില്ല. നീ എന്നും സന്തോഷമായിട്ടിരിക്കണം. എന്നെ എല്ലാ രീതിയിലും മനസ്സിലാക്കി എന്നെയും എനിക്ക് പ്രിയപ്പെട്ടവരെയെല്ലാം നീ സ്നേഹിച്ച് സത്യത്തിൽ നീ എൻ്റെ ഭാഗ്യമാണ് ലച്ചു. അതിന് നിനക്ക് എന്താണ് ഞാൻ നൽകേണ്ടത്? ഇതിലും വലിയ സമ്മാനിക്ക് വേറെ കിട്ടാനില്ല ഏട്ടാ. എൻ്റെ മനസ്സ് കണ്ട് ഒരുപോലെ സന്തോഷം കൊണ്ട് നിറഞ്ഞതാണ്. ലച്ചു അതും പറഞ്ഞ് അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു. ഏട്ടനറിയോ, ഇന്നലെ കാവിയുടെ വയറ്റിൽ അനക്കം എൻ്റെ കയ്യിലെറിഞ്ഞപ്പോൾ ഈ സന്തോഷം ഏട്ടനോട് പറഞ്ഞ് ഒരുപാട് കൊതിച്ചു. പക്ഷെ അത് ഏട്ടനൊരു സർപ്രൈസായിട്ട് നൽകാൻ കരുതിയാ ഞാൻ മറച്ചു വെച്ച്. പക്ഷെ എൻ്റെ ബർത്ത്ഡേ ദിവസം തന്നെ ഏട്ടൻ അത് ഓർത്ത് വെച്ച് എനിക്കൊരു സർപ്രൈസ് തന്നപ്പോൾ ഇനിയും മറച്ചു വെക്കാൻ എനിക്കാവില്ല. എൻ്റെ ഉള്ളിലൊരു ജീവൻ തുടിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി 2 ദിവസം മുമ്പാ. എന്നിട്ട് എന്താ നീ അന്ന് എന്നോട് പറയാതിരുന്നത്? ആനന്ദ് കൗതുകത്തോടെ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഏട്ടനൊരു സർപ്രൈസ് ആയിട്ട് തരാൻ വേണ്ടിയാ. നമുക്ക് കിട്ടിയ ഈ സന്തോഷം കൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എൻ്റെ അമ്മയാവും. അമ്മയ്ക്കൊരു കുഞ്ഞിനെ ജന്മം നൽകാനായില്ലെങ്കിലും അതിന് സമമായി തന്നെ എന്നെ ഇത്രയും എത്തിച്ചു. എന്നിലൂടെ എൻ്റെ അമ്മ എന്നിൽ ഓരോ മാറ്റങ്ങൾ കണ്ട് സന്തോഷിക്കണം. ലച്ചു പറഞ്ഞതും ആനന്ദ് പുഞ്ചിരിയോടെ അവളെ നോക്കി. അവളെ ചേർത്ത് പിടിച്ച് മതിവരാതെ അവൻ അവളെ വീണ്ടും ചുംബിച്ചുകൊണ്ടിരുന്നു. അവളുടെ മടിയിൽ തലവെച്ച് വയറ്റിൽ തലയേർത്തവൻ കിടന്നു. അവിടെ അവൻ ചുണ്ടുകളെ പതിച്ചത് ലച്ചു ഒന്ന് പിടഞ്ഞുകൊണ്ട് അവൻ മുറുകെ പിടിച്ചു. ഇനിയിപ്പോ നിന്നെ സ്നേഹിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ ലച്ചു, ആനന്ദ് ചോദിച്ചോ. ലച്ചു നെറ്റി വിളിച്ച് അവനെ നോക്കി. ഇവിടെ ഒരാൾ വന്നില്ലേ, ഇനി നിന്നെ ഞാൻ സ്നേഹിച്ചാലേ ആൾക്ക് ഇഷ്ടമായില്ലെങ്കിലോ? അവനവളുടെ വയറ്റിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ഏട്ടന്റെ സ്നേഹം എനിക്ക് വേണം, അതിലാ എൻ്റെ ധൈര്യം മുഴുവൻ. എന്നാ പിന്നെ സ്നേഹിച്ചേക്കാം, അവസാനം എന്നെയൊന്നും പറയരുത്. അത് പറഞ്ഞൊരു ചിരിയോടെ ആനന്ദ് അവളുടെ അടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങിയിരുന്നു. കാര്യം മനസ്സിലായ പോലെ ലച്ചു അവിടുന്ന് എഴുന്നേറ്റ് മാറി. മനസ്സിലിരിപ്പ് എന്താന്ന് എനിക്ക് മനസ്സിലായി, അതിന് മനസ്സിൽ വെച്ചേക്ക്. ദേ, എന്നെ എന്തെങ്കിലും ചെയ്താലേ ഇവിടെയുള്ള ആൾ ചോദിക്കും, നോയിക്കോ. ലച്ചു പറഞ്ഞു. ആനന്ദ് അത് കേട്ട് അവളെ നിരാശയോടെ നോക്കി. അങ്ങനെയൊന്നും ചോദിക്കില്ല, നീ ഇങ്ങോട്ട് വന്നേ. അതും പറഞ്ഞ് അവൻ അവളെ പിടിച്ച് ചേർത്ത് നിർത്തി. അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയതും അവൾ ഇമ വെട്ടാതെ അവനെ തന്നെ നോക്കി. അവന്റെ കൈകൾ അവളുടെ മുഖത്ത് പതിയെ തലോടാൻ തുടങ്ങിയതും അതൊക്കെ ആസ്വദിച്ച പോലെ അവൾ അവനെ സ്വീകരിക്കാൻ എന്ന പോലെ നിന്നു. പെട്ടെന്ന് ഡോറിൽ തട്ടിയേട്ടതും ആനന്ദ് പല്ലും കടിച്ച് അവിടേക്ക് നോക്കി. ഏട്ടാ, ചേച്ചി. ആര്യയുടെ ശബ്ദം കേട്ടതും ലച്ചു ആനന്ദിന്റെ മുഖഭാഗം കണ്ട് പൊട്ടിച്ചിരിച്ചു. അത് കണ്ടതും അവളെ ദയനീയമായി നോയിക്കൊണ്ട് അവൻ ചെന്ന് ഡോർ തുറന്നു. എന്താടി,
അവനില്ലാത്ത ചിരി വരുത്തിക്കൊണ്ട് ചോദിച്ചു. സോറി, ഡിസ്റ്റർബ് ചെയ്യണമെന്ന് കരുതി വന്നല്ല. അവിടെ ആൻസി ചേച്ചി അമ്മയും പോകാനിറങ്ങി. നിങ്ങളെ വിളിക്കാൻ വന്ന. രണ്ടുപേരും പതിയെ താഴേക്ക് പോര്. ആര്യ കണ്ണിറുക്കി പറഞ്ഞുകൊണ്ട് പോയതും ലച്ചു തലക്ക് കൈവച്ചു. ഇവള് പഠിച്ച് ഒരുപാട് അങ്ങ് വളർന്നു പോയെന്നൊരു ഡൗട്ട്. ഈ ഏട്ടൻ്റെ അല്ലേ പെങ്ങള്, പിന്നെ വളർന്നില്ലേയുള്ള അതിശയം. രണ്ടാങ്ങളമാരും പെങ്ങൾക്ക് നേർവഴിയല്ലേ കാട്ടിക്കൊടുക്കുന്നത്, അതുകൊണ്ടാവും. ലച്ചു അത് പറഞ്ഞു പോയതും അവൾ സ്വയം ഒന്ന് താങ്ങിയതല്ലേ എന്ന് അവൻ ആലോചിക്കാതിരുന്നില്ല. എത്ര നേരായിന്നോ ഇവര് നിങ്ങളെ കാത്തു നിൽക്കുന്നു. ഇപ്പൊ ഒരു എന്ന് പറഞ്ഞിരുന്ന് അവസാനം കാണാണ്ടായപ്പോ ആര്യയെ പറഞ്ഞു വിട്ടതാ. അതൊന്നും സാരില്ലെന്നേ. ആ ഒരു പരസ്പരം സമയം ചെലവഴിക്കട്ടെ. കൂടെയുള്ളിടത്തോളം കാലം ചേർത്ത് പിടിക്കണം പരസ്പരം. ആൻസിയുടെ അമ്മ പറഞ്ഞു. ലച്ചു അവര് നോയി ചിരിച്ചു. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. എല്ലാവരും ഫ്രീ ആകുമ്പോൾ അങ്ങോട്ട് ഇറങ്ങി. ഞങ്ങൾക്കതൊരു കൂട്ടാവും. ആർ പറഞ്ഞു. എല്ലാവരും അത് കേട്ട് തലയാട്ടി. ആര്യാണെങ്കിൽ അവർ ഇറങ്ങുന്ന കാത്ത് നിൽക്കുകയാണ്. വരുണാണെങ്കിൽ ആര്യ കൊണ്ട് നിർത്തിയ മൂലയ്ക്ക് ഈച്ചയടിച്ച് നിൽപ്പാണ്. ഇവളെന്നെ എന്തിനാ ഇവിടെ കൊണ്ട് നിർത്തിയത്? വരുൺ അത് പറഞ്ഞ് വീടിന്റെ സൈഡിന് മുന്നിലേക്ക് ചെന്നതും ഇറങ്ങാൻ നിൽക്കുന്ന ആൻസി അമ്മയും കണ്ട് അവനവിടെ തന്നെ നിന്നു. ചേച്ചി, ആര്യ അത് വിളിച്ച് ആൻസിയുടെ പുറകെ ചെന്നു. എല്ലാവരും അവളെ നോക്കി. ആൻസി അത് കേട്ട് അവളെ തിരിഞ്ഞു നോക്കി. പിന്നെ എനിക്ക് എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാനുണ്ട്. കേൾക്കുമ്പോൾ ആരും എന്നെ ചീത്ത പറയരുത്. അതും പറഞ്ഞ് എല്ലാവരെയും നോക്കിയിട്ട് ആര്യ പ്രതീക്ഷയോടെ ആൻസിയെ നോക്കി. ചേച്ചിക്ക് ആരെങ്കിലും ഇഷ്ടമാണോ? ഇവളെന്തേ ചോദിക്കുന്നേ? അല്ല, എന്തേ? ആൻസി എല്ലാവരെയും നോക്കിയിട്ട് പറഞ്ഞു. ഓ ഭാഗ്യം. ആര്യ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ പിന്നെ ചേച്ചിക്ക് പറ്റിയ ഒരാളെ ഞാൻ കണ്ടുപിടിച്ചു. ആര്യ പറഞ്ഞു. എല്ലാവരും ഒന്നും മനസ്സിലാവാണ്ട് അവളെ വായും പൊളിച്ച് നോക്കി. ഇവൾക്ക് ഇത് തന്നെയാണോ പണി എന്ന പോലെ നിൽക്കുകയാണ് പ്രിയ. ആര്യ, നീ എന്തൊക്കെയാ പറയുന്നത്? ആനന്ദ് അവളോട് ഗൗരവത്തിൽ ചോദിച്ചു. നിക്ക് മോനെ, അവള് പറയട്ടെ. ആൻസിയുടെ അമ്മ പറഞ്ഞു. ആര്യ വീട് ചിരിച്ചുകൊണ്ട് ആൻസിയെ നോക്കി. ഞാൻ പറയുന്നൊന്ന് കേൾക്കേട്ടാ, വെറുതെ ഇങ്ങനെ ചാടിക്കയറാണ്ട്. ഇതുകൊണ്ട് രണ്ടുപേർക്ക് നല്ലൊരു ലൈഫ് കിട്ടിയ സന്തോഷം നമുക്കല്ലേ. അവള് പറയട്ടെ ഏട്ടാ. ലച്ചു അവനെ പിടിച്ചെത്തിക്കൊണ്ട് പറഞ്ഞു. ചെറിയ വായിൽ വലിയ വർത്താനൊന്നും വേണ്ട. നിനക്ക് സ്വാതന്ത്ര്യം തരുന്നു എന്ന് കരുതി ഇങ്ങനെയൊക്കെയാണ് ആരും സംസാരിക്കുന്നത്. അമ്മേ, ഞാൻ വേണ്ട, നീ കയറിപ്പോവാൻ നോക്ക്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാൻ നിനക്ക് പ്രായമായിട്ടില്ല. അച്ഛാ, കാവ്യയും പ്രിയയും പോലെ അതേ പ്രായമല്ലേ എനിക്കും. തെറ്റും ശരി എന്താന്ന് തിരിച്ചറിയാൻ എനിക്കാവും. ഞാൻ പറയാൻ വരുന്നത് എന്താണെന്ന് കേൾക്ക്. എന്നിട്ട് നിങ്ങൾ പറഞ്ഞോ ഞാൻ പറയുന്നത് തെറ്റാണോന്ന്. ആര്യ പറഞ്ഞു. അച്ഛനും അമ്മയും പരസ്പരം നോക്കി. അവിടെ ചർച്ച നടക്കുന്ന കണ്ട് കാര്യം അറിയാതെ വരുൺ അവിടേക്ക് വന്നു. അത് കണ്ട് ആര്യ നോക്കി പല്ലടിച്ചു. ഓഹ്, എന്റെ സ്ലോ മോഷൻ ഇംപ്രഷൻ എല്ലാം ഇങ്ങനെ നശിപ്പിച്ചു. പറയാനുള്ളത് എന്താന്ന് വെച്ചാ പറയേ. അത് പിന്നെ ചേച്ചിക്ക് സമ്മതമാണെങ്കിൽ കല്യാണം നടത്താനോ? കല്യാണോ? ആർക്ക്? എൻ്റെ ഒരു ഏട്ടന്. ആര്യേ? ലച്ചുവും കാവ്യം ഒന്നിച്ച് വിളിച്ചു. അത് കേട്ട് ആനന്ദം ആദ്യം കിളി പോയി നിൽക്കുകയാണ്. എല്ലാവരും മൊത്തം ഞെട്ടി. ആദ്യേട്ടാ, ഇങ്ങോട്ട് വാ, അകത്തേക്ക് വാ. നിങ്ങൾ ഞാൻ ആർക്കും കൊടുക്കൂല. അതും പറഞ്ഞ് കാവ്യ ഓടി വന്ന് അവനെ പിടിച്ചു വലിച്ചു. അത് കണ്ടതും ആര്യ എല്ലാവരെയും നോക്കി. ലച്ചു ഏതാണ്ട് ആനന്ദിനെ വലിച്ചുകൊണ്ടാവാൻ നോക്കുന്നുണ്ട്. അയ്യേ, ഇവരെയല്ല. യൂസ്ഡ് പ്രൊഡക്റ്റ് ഞാൻ സെയിൽ ചെയ്യുന്നില്ല, നിങ്ങൾ പേടിക്കണ്ട. ആര്യ പറഞ്ഞു. ലച്ചുവും കാവ്യം നിന്നു. ഇതെന്റെ വേറൊരു ഏട്ടനാ. ആര്യ പറഞ്ഞു. അമ്മ അച്ഛനൊരു നോട്ടം. ഞാനറിയാത്ത വേറൊരു മകനോ? ദൈവമേ, ഇവള് കുടുംബം കലക്കുന്ന ലക്ഷണാണല്ലോ. അല്ലേലും ആ സമയത്ത് നല്ല വാഴ വെച്ചാൽ മതിയായിരുന്നു. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? അച്ഛനും അമ്മയെ നോക്കി എന്തൊക്കെയോ കണ്ണു കാണിക്കുന്നുണ്ട്. എടി മോളെ, ആരാണെന്നൊന്ന് വ്യക്തമായിട്ട് പറയും. ഇല്ലെങ്കിൽ നിന്റെ അച്ഛൻ്റെ അടിയന്തരം നിന്റെ അമ്മ നടത്തും. നിങ്ങൾക്കൊക്കെ അറിയാം, ജന്മം കൊണ്ട് സ്വന്തം അല്ലെങ്കിലും എൻ്റെ ഉള്ളിൽ സാവധാന്റെ സ്ഥാനം തന്നെയാ. ഞാൻ പറഞ്ഞ വരുണേട്ടനെ കുറിച്ചാ. ആര്യ പറഞ്ഞു. അതുവരെ ഞെട്ടാതെ നിന്ന് വരുൺ ഞെട്ടി. ആൻസി അവനെ നോക്കിയതും അവൻ അവൾ ദയനീയമായി നോക്കി. വരുണേട്ടനെ കുറിച്ച് ആൻസി ചേച്ചി കുറച്ചൊക്കെ അറിയാമെന്ന് എൻ്റെ വിശ്വാസം. എനിക്കറിയാം, ആൻസി പറഞ്ഞു. ആൻസിയുടെ അമ്മ വരുണിനെ നോക്കി. ഏട്ടാ, ടെൻഷൻ അടിച്ച് നിൽക്കണ്ട, ഇങ്ങോട്ട് വാ. ആര്യ വിളിച്ചവും അവനടുത്തേക്ക് വന്നവരുടെ കാൽ തൊട്ട് അനുഗ്രഹം മേടിച്ചു. ഇത് കുറച്ച് ഓവറല്ലേ? നീയേ ഓവറാ. കുറച്ചേരം മിണ്ടാണ്ട് നിൽക്ക്. കാര്യമൊക്കെ സെറ്റാവറായപ്പോ ഞാൻ പുറത്തായോ? എന്നെ നാണം കെടുത്തിട്ടോടി നീ. വരുൺ അത് പറഞ്ഞ് ആൻസിയുടെ അമ്മയെ നോക്കി വിളിച്ചു. അവന്റെ വിനയൊക്കെ കണ്ട് അമ്മക്ക് ആകെ പിടിച്ച മട്ടാണ്. അവരവനോട് ചോദിക്കുന്ന കണ്ട് എല്ലാം സെറ്റായെന്ന് ഉറപ്പിച്ച് ആര്യ എത്ര വാങ്ങണമെന്ന ആലോചനയിലാണ്. മോൻ നാളെ ആര്യാന്ന് വെച്ചാൽ അവരെയും കുട്ടികളുടെ ഫ്ലാറ്റിലേക്ക് വാ. അവിടെ വെച്ച് ബാക്കി സംസാരിക്കാം. എനിക്ക് നിന്നെ നന്നായി ബോധിച്ചു. മമ്മ, നീ ഒന്നും പറയണ്ട ആൻസി, ഞാൻ തീരുമാനിക്കും. ഇനിയെല്ലാം അങ്ങനെ മതി. എന്തായാലും മോള് നല്ലൊരു കാര്യം പറഞ്ഞു, എനിക്ക് സന്തോഷമായി. ആര് പറഞ്ഞു? ആര്യ എല്ലാവരെയും നോക്കി പുരികം പൊക്കി. അപ്പൊ അങ്ങനെ ഒരു കല്യാണം കൂടി നടക്കാൻ പോകുന്നല്ലേ? ആനന്ദ് വരുണിനെ പിടിച്ചു ചോദിച്ചു. അവൻ ആൻസിയെ നോക്കി. ആളവനെ നോക്കി പുഞ്ചിരിച്ചു. അവനും സമാധാനമായി. അത് കണ്ടു വിളിച്ച് സന്തോഷത്തോടെ ആൻസിയെ ചേർത്ത് പിടിച്ചു. എല്ലാം പറഞ്ഞുറപ്പിച്ച് ആൻസി അമ്മയും തിരിച്ചുപോയി. എന്തായാലും നിന്നോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു, വരുൺ ആര്യയെ നോക്കി പറഞ്ഞു. നന്ദി കടവൊന്നും എനിക്ക് വേണ്ട, കാശ് മതി. കാശോ? കേട്ടിട്ടില്ലേ? ഇതൊക്കെ ഞാൻ സെറ്റാക്കിയത് ചുമ്മാണെന്ന വിചാരം. നിങ്ങൾ കെട്ടിയിട്ട് എനിക്കെന്തിട്ടാണ്? എനിക്കെന്തെങ്കിലും നേട്ടം വേണ്ടേ? നീ ആളുകൊള്ളാലൂടി. ഞാൻ സങ്കല്പിച്ചാലും മേലെയാ.
ആര്യ എപ്പോഴും അങ്ങനെയാ. എന്റെ ഏട്ടന്മാരെ കെട്ടിയവരെ ഞാൻ എണ്ണി മേടിച്ച, അതുകൊണ്ട് എടുക്ക 5000. പിന്നെ ഇതൊന്നും ആരോടും പറയരുത് കേട്ടല്ലോ. പറഞ്ഞ കല്യാണം ഞാൻ തന്നെ മുടക്കും. ആര്യ പറഞ്ഞു. വരുൺ പെട്ടെന്ന് തന്നെ കാശ് അവൾ കൊടുത്തു. ആ ഒരു പെണ്ണ് കിട്ടിയ സന്തോഷത്തിൽ അവനും തിരിച്ചുപോയി. ആര്യ അതൊക്കെ എണ്ണി തിട്ടപ്പെടുത്തുമ്പോൾ അച്ഛനെ കണ്ടവൾ ഞെട്ടി. അത് പിന്നെ അച്ഛ ഒരു സന്തോഷത്തിന്. നീ പഠിപ്പ് നിർത്തി ഇതിന് പോകുന്നതാ നല്ലത്. നല്ലപോലെ സമ്പാദിക്കാലോ. വേണേ ഞാനൊന്ന് ട്രൈ ചെയ്യാച്ചാ. നീ എന്റെയും അമ്മമാരെയും കൈക്ക് പണിയുണ്ടാക്കും. ദേ ഇതോടെ നിർത്തിക്കോണം ഈ വക പരിപാടി, അച്ഛൻ പറഞ്ഞു. ആളൊന്ന് ആലോചിച്ചു. ഇനി എന്റെ ലിസ്റ്റിൽ ഏട്ടന്മാരാരുമില്ല, അപ്പൊ ഞാൻ നന്നായി. ആര്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛൻ കയ്യോങ്ങിയതും അവൾ ഓടി. അകത്തേക്ക് ചെന്നും അമ്മയുടെ വക നല്ലൊരു ക്ലാസ് തന്നെ അവൾ കിട്ടി. പ്രിയ ആര്യയെ ചാക്കിലാക്കിയാലൊന്ന് ഓർത്ത് നടപ്പാണ്. ആ കുട്ടി ഇതുവരെ അവളെ വിളിച്ചിട്ടില്ല. സന്ദീപ് 1-2 വട്ടം പ്രിയയെ വിളിച്ചുവെങ്കിലും മനഃപൂർവ്വം അവളത് ഒഴിവാക്കി. എന്റെ ഇഷ്ടം സന്ദീപിനറിയാതെ എങ്ങനെ ഞാൻ ഈ വിവാഹം മുടക്കും? ആ കുട്ടിയോട് സംസാരിച്ചപ്പോൾ അവൾ സ്വയം ഒഴിഞ്ഞേക്കും. എന്നാലും ഒരു വട്ടെങ്കിലും അവൾക്ക് എന്നെ വിളിക്കായിരുന്നു. എന്തെങ്കിലും ചെയ്തേ മതിയാവും. പ്രിയ സ്വയം ഓരോന്ന് കണക്ക് കൂട്ടി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.